Welcome to a new episode of AV Tiles and Sanitary Kollam. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ മുൻപിലാണ്. സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു വീട് കഴിഞ്ഞിട്ട് എല്ലാം ഫിനിഷിംഗ് ആയി കഴിഞ്ഞ് ലൈറ്റിംഗ് എല്ലാം ചെയ്ത് ഫർണിഷിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സൈറ്റിലോട്ട് ചെല്ലുന്നത്, കവർ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ നമ്മൾ എന്തിനാ വന്നേ, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കിച്ചൺ സ്ലാബ് എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് നമുക്കറിയാം, ഒന്നെങ്കിൽ ബ്ലാക്ക് സ്ലാബ്, അല്ലെങ്കിൽ ഒരു ചുമന്ന സ്ലാബ്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്ലാബ്. ഈ ഒരു 2-3 ഓപ്ഷൻസിൽ നിന്ന് മാറി നമുക്ക് വേറെ ഓരോ ഓപ്ഷൻസും കഴിഞ്ഞ് 25 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കജാരിയുടെ വിട്രോണൈറ്റ് സീരീസ് ഫുൾ ബോഡി സ്ലാബും കൊണ്ട് വന്നേ പിന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ്, അതായത് വൈറ്റ്, പ്യുവർ വൈറ്റ്, ടെറാസോ വൈറ്റ്, ക്രീം കളർ, അതുപോലത്തെ ക്രീമും വൈറ്റും ലൈറ്റ് ഗ്രേ ഒക്കെ ആയിട്ട് ഒരു 10ഓളം ഷെയ്ഡ്സ് വന്നതും അത് ജനങ്ങൾ വളരെയധികം ഇഷ്ടത്തോടെ അത് സ്വീകരിച്ചതും, അങ്ങനെ സ്വീകരിച്ച ഒരു വീടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു വീട്. ഇതിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇല്ല, പക്ഷേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യൻ നമ്മുടെ സുപരിചിതമായ സജിയാണ് ഈ വർക്ക് ചെയ്തതും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വൈറ്റ് കളറിലെ ടെറാസോ സ്ലാബ് ആണ്. അതുകൂടാതെ നമ്മൾ അതിനെ ഡബിളിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ടെറാസോ വൈറ്റ് സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ആ കിച്ചൺ എങ്ങനെ ഇരിക്കും എന്ന് നമുക്കിപ്പം കണ്ടു നോക്കാം. വീട് നിങ്ങൾ കണ്ടു കാണും, വളരെ മനോഹരമായ ഒരു കൊച്ചു വീടാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു ഫുൾ വീഡിയോ കവറേജ് നമ്മൾ ചെയ്യും. അത് നമുക്ക് വീഡിയോയിൽ നമ്മുടെ ചാനലിൽ നമുക്ക് കാണാനും പറ്റും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് ആണ് ഈ കിച്ചൺ. ജസ്റ്റ് ഈ കിച്ചൺ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കിച്ചണാണ്, ഒരുപാട് വലുതല്ല, പക്ഷെ വളരെ മോഡേൺ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് അകത്തോട്ട് വരുമ്പം ഒരു സർവിങ് കൗണ്ടർ ഉണ്ട്. സർവിങ് കൗണ്ടറിന്റെ താഴെ 3 ഷെൽഫ് ഉണ്ട്. കളർ സ്കീം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് കണ്ടംപററി കളർ സ്കീമാണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ, അല്ലെങ്കിൽ ഈ കളറിന് നാച്ചുറൽ ഗ്രേ എന്നും പറയും. അപ്പം വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഫോക്കസ് ഈ സ്ലാബാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, വൈറ്റ് കളറാണ്, ഗ്രീനിന്റെ കൂടെ ഈ കാണുന്ന എല്ലാം വൈറ്റ് സ്ലാബ്സ് ആണ്. ഈ സ്ലാബ്സിനെ ഇവിടെ ഡബിൾ ആക്കി ആണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി 15 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ടൈലാണ്. ഇതിപ്പം ഡബിൾ ആയപ്പോൾ ഇത് 30 മില്ലിമീറ്റർ, അതായത് 3 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു സോളിഡ് മാർബിൾ വെച്ച് ചെയ്ത ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ടെറാസോ വൈറ്റ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സജിയാണ് എൻ്റെ അറിവിൽ. സജി പറയട്ടെ, ഇത് ചെയ്തപ്പം കിട്ടിയ ഒരു അനുഭവം, അതേപോലെ ഈ ഡബിളിംഗ് ചെയ്യുമ്പോഴും ഇതുപോലെ ബേസിക്കലി കിച്ചൺ വർക്ക് ചെയ്യുമ്പോഴും വിട്രോണൈറ്റ് ഉപയോഗിച്ചതിനുള്ള അനുഭവം എന്തൊക്കെയാണ്? ഇതിന്റെ മെയിൻ ഒരു ഘടകം എന്താ വെച്ചാൽ ഭംഗി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഒരു കസ്റ്റമർ ഒരു കിച്ചൺ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുവാനായിട്ട് ഇന്ന് പണ്ട് ബ്ലാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബ്ലാക്ക് മാറി. ഇന്ന് നാനോ സ്ലാബുകൾ G7 നാനോയിലോട്ടൊക്കെ മാറി. G7 നാനോ ഭയങ്കര എക്സ്പെൻസീവ് ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് മാറി കജാരിയുടെ ഈ പറഞ്ഞ വിട്രോണൈറ്റ്സ് ഏരിയയിൽ നമ്മൾ പോയി. അപ്പൊ ഇതിനകത്തൊരു കാര്യം, മെയിനായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് മിക്കവാറും ആൾക്കാരുടെ ഒരു മെയിൻ കാര്യമാണ് ഈ എഡ്ജ് പോളിഷ് ചെയ്ത് ഇത് കിട്ടുമോ എന്നുള്ളതാണ്. കാര്യം ഇത് ടെറാസോ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിന് കിട്ടും എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത് നമ്മളിപ്പോ ഒരു ഐലൻഡ് കിച്ചൺ ആണ്. ഈ ഐലൻഡ് കിച്ചൺ അവർ ഓൾറെഡി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 90 സെന്റിമീറ്റർ വീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 90 സെന്റിമീറ്റർ വീതിയിൽ തന്നെ ചെയ്യുമ്പോൾ ഇതിന്റെ 2 പോർഷൻ മടക്കി നമ്മൾ 45 അടിച്ചിരിക്കുകയാണ്. ഈ കോർണർ നമ്മൾ 45 ചെയ്ത് ഇതിനകത്ത് താഴോട്ട് ഫുള്ള് ഫ്ലോറിൽ കൊണ്ട് മുട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഒരാൾ ഇവിടെ നിന്ന് പിടിച്ചു നോക്കിയാൽ ഇതിന്റെ സൈഡും നമ്മൾ ഇത് തന്നെ മടക്കി താഴോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് കാഴ്ചയിൽ ഇത് ഫുള്ള ഒരു ഇത്രയും തിക്നെസ് ഉള്ള ഒരു ഷീറ്റ് ആണെന്ന് ഫീൽ ചെയ്യും. അതായത് 3 സെന്റിമീറ്റർ ഉള്ള ഒരു ഷീറ്റ് ഫീൽ ചെയ്യും. മെയിൻ ആയിട്ട് അതാണ്. പിന്നെ ഇതിനകത്ത് അഴുക്ക് പിടിക്കുകയോ അല്ലെ കറ പിടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇല്ല. അത് നമുക്ക് വളരെ ഒരു ഗുണമുള്ള കാര്യമാണ്. കാര്യം ഈ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മസാലകളും എണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീണിട്ട് സ്റ്റെയിൻ പിടിക്കുമോ എന്നുള്ളതാണ് വേറൊരു സംശയം. പക്ഷെ ഇതിനകത്ത് അത് പിടിക്കുകയല്ല. കാര്യം ഇതിനകത്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പാട്ട നമ്മൾ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് സാധനം ഇതിന്റെ മുകളിലിട്ട് അതിന്റെ തുരുമ്പ് വീണ് കഴിഞ്ഞാൽ അത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് മരട്ട് ഒരു പുട്ടി ബ്ലേഡിനോ എന്തെങ്കിലും വെച്ച് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആയി മാറും. ഇത് ഉള്ളിലോട്ട് പിടിക്കുകയല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ്. അതെ. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കാണുന്നത് വെച്ചാൽ, നമ്മൾ ഈ വിട്രിഫൈഡ് സ്ലാബ് നമ്മൾ പക്ഷേ ഇട്ടേക്കുന്നത് വുഡിന്റെ പുറത്താണ്. അതെങ്ങനെയാണ് ഒട്ടിച്ചേക്കുന്നത്? അതെന്ന് വെച്ചാൽ ഇതിനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇന്ന് ഈ നമ്മുടെ അഡസീവുകളുണ്ട്,
വുഡിന്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റുന്ന അഡസീവുകളുണ്ട്. ഒന്ന് അത്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിവുഡ് ആണ് എങ്കിൽ അഡസീവ് പറ്റുകയില്ല. അതിന് നമ്മൾ സിലിക്കോൺ തന്നെ ഉപയോഗിക്കണം. കാര്യം അത് PVC മെറ്റീരിയൽ ആണ് മൾട്ടിവുഡ്. പക്ഷെ നേരെ മറിച്ച് ഫ്ലൈ ആണ്, മറൈൻ ഫ്ലൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഡസീവ് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് മറൈൻ ഫ്ലൈ ആണ്. ഇതിനകത്ത് അഡസീവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അഡസീവിലാണ്. എത്ര മില്ലിമീറ്റർ തിക്നെസ് ഉള്ള അഡസീവ് ബെൽറ്റ് ഇതിനകത്ത് താഴെ ഇട്ടേക്കുന്നത്? ഇതിനകത്ത് പോയിരിക്കുന്നത് ഒരു 4 mm തിക്നെസ്സിലാണ് ഈ സാധനം അഡസീവ് പോയിരിക്കുന്നത്. ഫുൾ കവർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത് ചെയ്യുന്ന സ്ട്രക്ചർ ചെയ്യുന്ന ഓൾറെഡി ആ വർക്കേഴ്സ് ഇത് കറക്റ്റ് ചതുരമായിരിക്കണം. പിന്നെ ഇതിന്റെ ഫ്ലോറിംഗ് ലെവലായിരിക്കണം. പിന്നെ ഇതിനകത്ത് വേറെ മൈക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒട്ടിക്കാതിരിക്കുക. നമ്മൾ ഫ്ലൈയുടെ മേളിൽ ഒട്ടിക്കുക. അതാണ് ഇതിന്റെ ചെയ്യേണ്ട ഒരു കാര്യം. സോളിഡ് ആണ്. ഇതിനകത്ത് നമുക്ക് എത്ര ലോഡ് വേണമെങ്കിലും താങ്ങാം. ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരില്ല. ഇത് മെയിൻ ആയിട്ട് വേറൊരു പ്രശ്നമാണ് കിച്ചണിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ച് മിക്ക വീടുകളിലും സ്ലാബിനകത്ത് ഇതിനകത്ത് തന്നെ വരുന്നത്, അങ്ങോട്ട് തന്നെ വരുന്നത്, ആ സ്ലാബിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 60 സെന്റിമീറ്ററിൽ ഒരു സ്ട്രക്ചർ പണിയും. ഇവർ ഓൾറെഡി ഇവർ പറയുന്ന ഫുള്ള് മൊത്തത്തിൽ 60 സെന്റിമീറ്റർ മതി സ്ലാബിന്റെ വീതി എന്നാണ്. പക്ഷെ അത് പോരാ. കാര്യം സ്ട്രക്ചറിന് 60 സെന്റിമീറ്റർ വേണം. ഈ ഇതിന് അടിയിൽ ഉണ്ടാക്കിയിടുന്ന സ്ട്രക്ചറിനെ 60 സെന്റിമീറ്റർ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു 65 അതിനകത്ത് നമ്മളുടെ പ്രൊജക്ഷൻ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് ഒരു 65-67 സെന്റിമീറ്റർ നമുക്ക് ഇത് കിട്ടും. പക്ഷെ ഇതുകൊണ്ട് ഈ 67 സെന്റിമീറ്റർ കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ ഈ ഫ്രണ്ടേജ് ഇത്രയും വീതി നമുക്ക് കിട്ടും. അതെ. അപ്പൊ സ്പില്ലിംഗ് പെട്ടെന്ന് താഴോട്ട് വരത്തില്ല. അതെ. അപ്പം അത് നമുക്ക് പറഞ്ഞാൽ ഇവിടുത്തെ സപ്പോർട്ട് കൂടും. ഇപ്പൊ നേരെ മറിച്ച് ഇതൊരു ബൗളാണെങ്കിൽ ആ ബൗളിൽ നിന്ന് ഒരു ബക്കറ്റ് ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് നമ്മൾ ഇതിന്റെ മേളോട്ട് വെച്ചാൽ ഇത് പള്ളി പോകരുത്. ഇതിന് മാക്സിമം തിക്നെസ് കിട്ടണം. അവന് അതിന് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണം. അത് നമ്മൾ ഈ ഓൾറെഡി ഇന്റീരിയർ ചെയ്യുന്നവരോട് ആദ്യമേ നമ്മൾ തുടക്കത്തിലേ പറയും. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ ബൗള്, ഈ ബൗളിന്റെ വീതി എന്ന് പറഞ്ഞാൽ 18 ഇഞ്ച് വീതിയാണ്. 18 ഇഞ്ച്. ഈ 18 ഇഞ്ച് വീതി എല്ലാ ബൗളിനും 18 ഇഞ്ച് വീതി ആയിരിക്കും വരുന്നത്. ഒരിക്കലും ബൗളിന് വീതി കുറയുകയല്ല, ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. ബൗളിന്റെ വീതി എപ്പോഴായാലും ഈ പറഞ്ഞ 18 ഇഞ്ച് തന്നെ ആയിരിക്കും. അപ്പം ഈ നമ്മളിപ്പോ ഒരു സാധാരണ നോർമലി കിച്ചൺ സ്ലാബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 55 സെന്റിമീറ്റർ സ്ട്രക്ചറും ബാക്കി ഗ്രാനൈറ്റ് ഇട്ടിടുമ്പോൾ 60 സെന്റിമീറ്റർ. ഈ 60 സെന്റിമീറ്റർ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ 18 ഇഞ്ച് മൈനസ് ആയി കഴിഞ്ഞാൽ ഫ്രണ്ടേജും വളരെ സ്കെയിലായിരിക്കും, ബാക്കിലും വളരെ സ്കെയിലായിരിക്കും. എന്തെങ്കിലും ഒരു വെള്ളം അത് മാത്രമല്ല ഇപ്പൊ ഇത്രയും വലിയ നീളത്തിലുള്ള ഒരു ബൗളാണ് വെക്കുന്നെങ്കിൽ ഈ സ്കെയിൽ ഇവിടുന്ന് നീളത്തിൽ ഇത്രയും നീളത്തിൽ പോകും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഒരു വെള്ളം ഇത് സംഭവിച്ചിട്ട് ഈ കോർണർ ആയിരിക്കും ഒടിയുന്നത്. 90% വീടുകളിൽ ഞാൻ പോയി മാറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോർണർ ഒടിഞ്ഞു പോകാറുണ്ട്. ഈ കോർണർ ഇവിടെ ഇത് ഒടിയുന്ന ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ പണി പാലുകാച്ചിന് മുമ്പ് തന്നെ ഒടി. കാര്യം ഇതൊക്കെ നമ്മൾ പണിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ വീട്ടുകാരോട് പറയും ഇത് ഇത്ര സ്ട്രക്ചറിൽ. പക്ഷെ ഈ ഇന്റീരിയർ കാര്യം വരുമ്പോൾ അവർ ചിലപ്പോൾ അവരുടേതായ ഒരു രീതിക്ക് അവർ പണിയുമ്പോൾ മൊത്തത്തിൽ 60 മതി എന്ന് പറയും. പക്ഷെ ഈ 60 അല്ല, 60 സെന്റിമീറ്റർ സ്ട്രക്ചർ പണിയണം. അതിന്റെ മേളിൽ വേണം നമുക്ക് ഇതിനായി. അപ്പൊ ഇതിനകത്തുള്ള ഒരു ഗുണം, നമ്മൾ ഈ സ്ലാബിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് 80 സെന്റിമീറ്റർ സ്ലാബ്, 80 സെന്റിമീറ്റർ നമുക്ക് ഇതിനകത്ത് 65 സെന്റിമീറ്റർ നമ്മൾ സ്ലാബും പോയിട്ട് ബാക്കിയുള്ള പീസിനാണ് നമ്മൾ എക്സ്ട്രാ അടിയിൽ ഡബിൾ ബാൻഡ് ചെയ്യുന്നത്. വേസ്റ്റേജ് ഇല്ല. ഡബിൾ ബാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡോർ തുറന്നിട്ടായാലും ഒരാൾ പിടിച്ചു നോക്കിയാൽ ഉള്ളു വരെ നമുക്കിത് ഫീൽ ചെയ്യണം. ഇതിപ്പം എന്റെ ഇവിടെ ഇത്രയും പോയിട്ടുണ്ട്. ഒരു 3 ഇഞ്ചോളം നമ്മൾ അകത്തോട്ട് കയറ്റിയിടുക. അപ്പൊ ഒരാൾ വന്നിങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ പീസ് ആണ് ഫീൽ ചെയ്തില്ല. ഡബിൾ പീസ് അത് ഒന്ന് രണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ സ്ട്രക്ചർ ആക്കണം എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 60 സെന്റിമീറ്റർ സ്ട്രക്ചറും ഇപ്പൊ നമ്മൾ പണിഞ്ഞത് 65 ഇപ്പൊ ഇവിടെ ഫ്രണ്ടിൽ നമുക്കൊരു 5 ഇഞ്ച് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്, ബാക്കിൽ ഒരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇന്നുള്ള ടാപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ടർ അതിന്റെ വരുന്ന ഈ പോർഷനിൽ 2 ഇഞ്ചിന്റെ ഫ്ലാഞ്ച് വെക്കണം. അപ്പൊ ഫ്ലാഞ്ചുകൾ ഇല്ലാണ്ട് ഡയറക്റ്റ്ലി അതിന്റെ ഫുഡ് തന്നെ ചെന്നിറങ്ങുന്നത് 2 ഇഞ്ചിലാണ്. അപ്പൊ ഈ 2 ഇഞ്ചിൽ വാൾട്ടൈലും കൊണ്ട് കനം കൂടെ വരുമ്പോൾ ഇത് ഒരിക്കലും നമുക്ക് വെക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഫ്ലെക്സിബിൾ ടാപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഇന്റീരിയറുകാർ കൂടുതലും ചെയ്യുന്നത് 50 സെന്റിമീറ്ററിന്റെ സ്ട്രക്ചറും പറയും. അല്ല, മിക്കടത്തും 50 ആണ്. 50 വെച്ചിട്ട് 55-ന് ഇത് പണിയും. ഔട്ടർ 55 വരും. 55 ഒന്നിനൊന്നിനും തികയത്തില്ല. കാണാൻ നല്ല രസമായിരിക്കും, കാണാൻ വളരെ ഭംഗിയായിരിക്കും. പക്ഷെ ആ കിച്ചൺസ് ഒന്നും പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. പ്രാക്ടിക്കൽ കിച്ചൺ വരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് 80 സെന്റിമീറ്റർ സ്ലാബ് എടുത്ത് നമുക്ക് ഇത്രയും വാഷ് ബേസിൻ കഴിഞ്ഞ് അല്ലെങ്കിൽ സിങ്ക് കഴിഞ്ഞ് നമുക്കൊരു 4 മുതൽ 5 ഇഞ്ച് കിട്ടണം. നമുക്ക് ഈ സിങ്കിന്റെ പുറയിലും കഴിവതും 4 ഇഞ്ച് കിട്ടണം. എന്നാലേ നമുക്ക് പ്രാക്ടിക്കലി വർഷങ്ങളോളം ഇത് എൻജോയ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിന് സ്ട്രെങ്ത് കുറവാണ്. ഇത് 45 ഡിഗ്രിക്ക് കട്ട് ചെയ്ത ഇതിന്റെ സ്ട്രെങ്ത് നിലനിൽക്കുമോ എന്നുള്ളതാണ്. അപ്പം അത് ഉറപ്പുവരുത്താൻ എന്തുവാ ചെയ്യുന്നത്? അത് ഈ 45 നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം
ഈ രണ്ട് 45-ന് ഇടയിലോട്ട് നമ്മൾ ഫാസ്റ്റ് എറാൾഡേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലിന് നമ്മൾ ഇതിനകത്ത് വൈറ്റ് എപ്പോക്സി പൗഡർ ഉണ്ട്. വൈറ്റ് എപ്പോക്സി പൗഡർ. ഈ എപ്പോക്സി പൗഡറിനാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുക ഇതിനെ ഒട്ടിക്കുക. എപ്പോക്സിയുടെ പൗഡർ ഉപയോഗിക്കുന്നു. പക്ഷേ ഹാർഡ്വെയർ കടയിൽ നിന്ന് മേടിച്ച് ഫാസ്റ്റ് എറാൾഡൈറ്റ് ആണ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചാണ് ഈ 45-നെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് ചെറിയ തട്ടുകൾക്ക് മുട്ടുകൾക്ക് ഈ ജോയിന്റിന് പൊട്ടത്തില്ല. കാര്യം അതിന് അടിയിൽ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാണ്ട് 45 അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർണർ തട്ടിയാൽ പൊട്ടിപ്പോകും. കാര്യം അതിനകത്ത് ഉള്ളിൽ പിടുത്തമില്ലാത്തതുകൊണ്ട്. കാര്യം അതിനകത്ത് ചേർന്നിരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഉള്ളിൽ യാതൊരു പശയോ പിടുത്തങ്ങളോ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇതിനകത്ത് ഈ പൗഡർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 1 mm നമുക്ക് ഈ കോർണർ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ ഫിനിഷിംഗിൽ അടിച്ച് ഷാംഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഷാംഫറിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ കാണാൻ നമുക്കത് ക്ലോസപ്പിൽ കാണിക്കാം. എഡ്ജിൽ ഒരു ഷാംഫറിംഗ് ഉണ്ട്. ഷാംഫറിംഗ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എഡ്ജ് ഒരുപാട് ഷാർപ്പായി ഇരുന്നാൽ നമ്മുടെ കൈയും തട്ടി കൈ മുറിയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നോക്കി വളരെ സോഫ്റ്റ് ആയിട്ടാണ് എഡ്ജസ് എല്ലാം ചെയ്തേക്കുന്നത്. ഒരു ഹർട്ടിങ്ങോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത് ഈ എഡ്ജ് ഷാംഫർ ചെയ്യുന്നുണ്ട്. എഡ്ജ് ഷാംഫറിംഗ് ചെയ്യണമെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കിച്ചൺ ആണ്. ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും വർക്കിൽ നടക്കുന്നത്. അതെ, പാത്രങ്ങൾ എടുക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് തട്ടാനും മുട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം വന്നിട്ട് നമ്മളിത് വർക്ക് കഴിയുമ്പോൾ തന്നെ അതിന് ഡാമേജ് ആവരുതല്ലോ. അപ്പൊ നമുക്കിത് കൂടുതൽ നമ്മൾ നോക്കണം ലാസ്റ്റിംഗ്നെസ് വേണം. സാറ് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. സാറ് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ 55 സെന്റിമീറ്ററിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞ അത് 90% ഈ ആൾക്കാർ പോയി ഈ ഡിസ്പ്ലേ കാണും. ഡിസ്പ്ലേ സെന്ററുകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ കാഴ്ചക്കാർക്ക് മാത്രം വെച്ചിരിക്കുന്ന സംഭവം. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉറപ്പായി ഇത് തന്നെ വേണം. അതിനകത്ത് യാതൊരു പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് പല ഇന്റീരിയറിലെ പല സാധനങ്ങളും ഈ 110 സെന്റിമീറ്റർ അല്ലെ 120 സെന്റിമീറ്ററിലെ കണക്കിൽ വരുന്നതുകൊണ്ട് അത് രണ്ടായിട്ട് മുറിച്ച ഒരു 60-ന് താഴെ നിന്നാൽ അവർക്ക് അത് ലാഭമുള്ളൂ. ഇന്നിപ്പോ നമ്മൾ പറയാം 90% ഇന്റീരിയർ വർക്ക് എടുക്കുന്നവര് അവരൊരു റേറ്റ് പറഞ്ഞ് വർക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അവരെ പറയുക, അവരതനുസരിച്ചുള്ള പ്രൈസ് പറയണം. ഇത് നേരെ മറിച്ച് 90% നടക്കുന്നതാണ്. അവർ പറയുന്നത് നമ്മളവിടെ കണ്ട ഒരു ഡിസ്പ്ലേയിൽ കണ്ട കിച്ചൺ മോഡൽ അത് നമുക്ക് വേണമെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഇതിന്റെ ഉപയോഗത്തിൽ വരുമ്പോൾ 90% പല വീടുകളിലും നമ്മൾ പോയിട്ട് ഈ സ്ലാബിന് വീതി കുറവാണ്, പിന്നെ ഈ പറഞ്ഞ കോർണർ പോർഷൻ ഒടിയാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഏറ്റവും പ്രശ്നമായ ഒരു ഘടകം തന്നെയാണ് ഈ വീടിന്. പിന്നെ അതേപോലെ വേറൊരു കാര്യം, ഈ വാൾ ടൈലും ഈ നമ്മുടെ സ്ലാബും തമ്മിൽ ചേരുന്ന അടിയിൽ നമ്മൾ സ്പേസർ കമ്പൽസറി യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം അത് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം. കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളത്തിനുള്ള ഇത് നമ്മൾ ചെന്ന് കയറി കൊടുക്കാനുള്ള ഒരു കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വീഴുന്ന സ്ഥലമാണ്. ഇപ്പൊ നമ്മളിത് വെച്ചിരിക്കുന്ന ബേസൻ ഈ ബൗള് ഇതിന് മുകളിൽ വെക്കുന്ന ടൈപ്പ് ബൗളാണ്. ഇനി സാധാരണ നമ്മളുടെ സ്റ്റീൽ ബൗളുകളുണ്ട്, കാര്യം ഹാൻഡ് മെയ്ഡ് ബൗളുകളുണ്ട്, സമചതുരമായിട്ടുള്ള ബൗളുകളുണ്ട്. ഈ ബൗളുകളെ നമ്മൾ ഇങ്ങനെ വെക്കുകയല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ ഈ സ്ലാബ് ഇടുന്നതിന് മുമ്പ് തന്നെ സ്ട്രക്ചറിനകത്ത് ഉറപ്പിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് 1 സെന്റിമീറ്റർ ഈ ബേസണിലോട്ട് കയറ്റിയാണ് ഇതിന് ഇതെടുക്കുന്നത്. അപ്പൊ അത് ചെയ്തെടുക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ലീക്ക് ഉണ്ടാവില്ല. കാര്യം ഈ ബേസനും സ്ലാബുമായിട്ട് ചേർന്ന ജോയിന്റുകൾ നമ്മൾ എപ്പോക്സി ഇട്ട് ആഡ് ചെയ്ത് ഫുള്ള് ഫില്ല് ചെയ്യും. അപ്പോഴത്തേക്കാണ് ഇതിനകത്ത് യാതൊരു ലീക്കും വരരുത്. അപ്പൊ അത് ഇതിന്റെ ഒരു മെയിൻ ഘടകങ്ങളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചൺ കാര്യം ഇവർ പറയുന്ന 2 കാര്യങ്ങളാണ്. ചൂടും വെള്ളവും ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ 20 വർഷം വാറന്റി എന്ന് അവർ പറയും. അപ്പൊ ഈ ചൂടും വെള്ളവും ചെല്ലാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഈ സ്ലാബ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള സമയത്താണ്. അവർക്ക് സ്ട്രക്ചർ ചെയ്യുക, അവരുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇത് ചെയ്യുമ്പോഴാണ് ഇതിന്റെ 90% പരിപാടി. നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടർ പ്രൂഫിങ്ങിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ടൈലും തൊടുന്ന ഏതൊരു പോയിന്റും സ്പേസർ ഇട്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്പേസർ ഇപ്പോഴും ഇളക്കിയിട്ടില്ല. ടൈല് വരുന്നു, താഴത്തെ ടൈലിൽ അങ്ങോട്ട് ചെല്ലുന്നു, മേലെ ടൈൽ താഴോട്ട് വരുന്നു, ആ ഗ്യാപ്പ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്പേസ് ചെയ്താലേ വർക്ക് കഴിയുമ്പം ടെക്നീഷ്യൻസിന് ഇതിനകത്ത് ആദ്യം സാധാ സിമെന്റോ സാധാ അൺസാൻഡഡ് ഗ്രൗട്ട് ഫില്ല് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് എപ്പോക്സി ഗ്രൗട്ട് ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ സിലിക്കോൺ അടിക്കും. സിലിക്കോൺ അടിച്ചാൽ അതിനെ സീൽ ചെയ്യാൻ പറ്റും, എന്നാലേ സീലിംഗ് ആവത്തുള്ളൂ. ഒരിക്കലും ടൈലുമേ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും അതിനെ സീൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ സീലിംഗ് ഒരിക്കലും അത്രയും ഈ വാൾ ടൈലുകളിൽ കാര്യം ഇപ്പൊ 4x2 ടൈലിനെ നമ്മൾ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്ലയന്റിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ നമ്മൾ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ചില വീടുകളിൽ കുഞ്ഞു ടൈലുകളുണ്ട്. ഇപ്പോഴത്തെ സബ്വേ ടൈൽസ് അങ്ങനെയുള്ള ടൈലുകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് സ്പേസർ ഇട്ട് തന്നെ നമ്മൾ ചെയ്യണം. കാര്യം ഈ ജോയിന്റ്സ് ഇപ്പൊ ഇതിനകത്ത് ജോയിന്റ് അടുപ്പിച്ചായിട്ടിരിക്കുന്നത് അത് ക്ലയന്റിന്റെ നിർദ്ദേശപ്രകാരം ഇട്ടതാണ്. പക്ഷെ നമ്മൾ ഇതിനെ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലായിടവും നമ്മൾ സ്പേസർ കൊടുക്കുക. കാര്യം നമുക്ക് വെള്ളത്തിന്റെ കാര്യം ഇവിടെ കിച്ചൺ അല്ലേ, കാര്യം ഇതെന്ന് പറഞ്ഞാൽ വുഡാണ്. വുഡിനകത്തോട്ട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് സംഭവിക്കും. ഈ പറഞ്ഞ 45 അടിച്ച് ഇത് നമ്മളിപ്പോ ഡബിൾ ബാൻഡ് ചെയ്തിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാര്യം ഈ ഡബിൾ ബാൻഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ കണ്ടോ, ഈ ഭിത്തിയിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ് ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മടക്ക് ഫീൽ ചെയ്യും. ഇവിടെ നമ്മൾ എപ്പോക്സിയാണ് ആഡ് ചെയ്യുന്നത് ഫുള്ള്. അപ്പൊ ഒരു തുള്ളി വെള്ളം ഇതിനകത്തോട്ട് പോവുകയില്ല. അത് നമുക്ക് 100% നമുക്ക് ഗ്യാരണ്ടിയാണ്. പിന്നെ മെയിനായിട്ട് ഈ പറഞ്ഞ ഐലൻഡ് ഇതിപ്പം ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു 5-6 വർഷം അല്ല ഒരു 3 വർഷം മുമ്പ് വരെ നമുക്കുള്ള ആകെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനും ബ്ലാക്ക് കോമ്പിനേഷനുമാണ്.
ഇപ്പൊ ബ്ലാക്ക് ഇട്ടെങ്കിൽ ഇപ്പൊ ഈ മുറിക്കകത്ത് ശരിക്കും ഇന്റീരിയർ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല, വയറിംഗ് എല്ലാം ആയതേ ഉള്ളൂ, ഇതുവരെ ലൈറ്റ്സ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ആകെ ഒരു ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ തന്നെ ഈ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു 5 സ്റ്റാർ ലുക്ക് കിട്ടും. ഇതിനകത്തൊരു എന്താ ഇതിന്റെ ഇന്റീരിയർ ലൈറ്റ്സ്, ഈ സ്ട്രിപ്പ്, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇതിനകത്തൊരു 5 സ്റ്റാർ ലുക്ക് കിട്ടും. കാര്യം റിനോവേഷൻ ആണെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം നമ്മൾ പല വീടുകാരും നമ്മൾ പറയും, അവർ ഒരു റിനോവേഷൻ നടത്തുന്ന സമയത്ത് കിച്ചൺ മോഡുലാർ കിച്ചൺ ആക്കണം എന്നുള്ള പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ ശ്രദ്ധിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞു, ഇന്റീരിയറുകാരുടെ സ്റ്റുഡിയോസ് വിസിറ്റ് ചെയ്യുമ്പോൾ അവരവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ശരാശരി ഷീറ്റ്, പ്ലൈവുഡ് ഷീറ്റ് നമുക്ക് കിട്ടുന്നത് 8x4 ആണ്. അതായത് 120 സെന്റിമീറ്റർ ആണ് ഈ വീതി. ഇതിനെ രണ്ടായിട്ട് മുറിച്ച് 60 സെന്റിമീറ്ററിന്റെ 2 പീസ് കിട്ടും. അപ്പം ഇത് ഈ 60 സെന്റിമീറ്ററിനകത്ത് എല്ലാം നിർത്തണം. കാരണം അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നഷ്ടം. അവർ ഇതിനകത്ത് 80 സെന്റിമീറ്ററിന്റെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഷീറ്റിന്റെ മുക്കാൽ വരെ ഒരു 30% ഏകദേശം അവർക്ക് വേസ്റ്റേജ് ആയിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇന്റീരിയറുകാർ എപ്പോഴും അവരുടെ ഇത് നോക്കിയിട്ടാണ് 60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 55-60 ഇത് നിർത്തുന്നത്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വർഷങ്ങളോളം ഒരു കിച്ചൺ ഈസി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 70 to 70 സെന്റിമീറ്റർ എങ്കിലും നമുക്ക്. അതേപോലെ കിച്ചൺ ക്യാബിനറ്റ് പണി കഴിഞ്ഞാൽ ഇതിന്റെ മോൾ ഭാഗം ഈ പ്രതലം ഫുള്ള് കവർ ചെയ്തിരിക്കണം. 90% കിച്ചണിൽ വരുന്ന സ്ട്രക്ചറിന് നടുക്ക് ഗ്യാപ്പ് ആയിരിക്കും. ഈ ഗ്യാപ്പ് പാടില്ല. കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് എവിടെ വേറെ കാര്യം അറിയോ, ഈ ചിമ്മിനി സാധാരണ ഈ സൈഡിൽ വരും, ഈ സ്ലാബിൽ വരും. ഇത് ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ട് ഇങ്ങനെ ഇതെന്താ ചെയ്യുന്ന അറിയാം, ഇത് പണിയെല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് സ്റ്റേജിൽ ഈ ഹൗസ് വാമിങ്ങിന് ഒരു 2 ദിവസം 3 ദിവസം ഉള്ള സമയത്തായിരിക്കാം ഈ ചിമ്മിനി സെറ്റ് ചെയ്യാനായിട്ട് ആള് വരുന്നത്. ഇവരെന്തോ ചെയ്യുന്നറിയോ, ഈ ഇവിടെ ഈ അടുപ്പിന് നമ്മൾ ഈ കട്ടിയിട്ടിരിക്കുന്ന ഗ്യാപ്പില്ലേ, ഇവർ ഇതിന്റെ മേളിലാണല്ലോ ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇവർ ഇതിനകത്ത് കയറും. ഇത് കയറുമ്പോഴല്ലോ ഇവിടെ കൊണ്ട് ഓടി. ഇത് 90% ഓടിയുന്ന ഇവിടെ പണിക്കാരാ. ഈ പാലാജിന്റെ അന്നത്തെ ദിവസം ഉണ്ടല്ലോ, ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്, അവർ തുണിയൊക്കെ ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട്. കാര്യം അവർക്ക് തന്നെ ഒരു വിഷമമാണത്. കാര്യം പിന്നെ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത് മൂടി ഇട്ടുക എന്നുള്ളതല്ല വേറെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ആലോചിക്കുന്നത് എന്താ ചെയ്യണമെന്ന്. അപ്പോഴത്തേക്ക് ഇതെല്ലാം വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും, ഫുള്ള് ക്ലീൻ ആയിരിക്കുന്ന വീടിനകത്ത്. പിന്നെ ഇത് ഇളക്കണമെങ്കിൽ ഈ വോൾട്ടേജ് ഇളക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദോഷം. വളരെ കുറഞ്ഞ അലുമിനിയത്തിന്റെ ഫ്രെയിമിന്റെ പുറത്ത് വലിയ വീതിയില്ലാത്ത ഇതും വെച്ച് ചിമ്മിനിയെ വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് ടെക്നീഷ്യൻ കയറി നിൽക്കുകയും അതേപോലെ സ്പാൻ ഉള്ള സ്ഥലം, അതായത് റിബ്സ് അടുത്തടുത്ത് റിബ്സ് വരാതെ സ്ട്രെങ്ത് ഇല്ലാത്തടുത്ത് ഒരാൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. പക്ഷെ അത് എല്ലാവരും ശ്രദ്ധിച്ചാൽ ഈ വർക്ക് എല്ലാം അഴിച്ച് പണിയാൻ ടെക്നിക്കലി അങ്ങനെ പറ്റുമെങ്കിലും അങ്ങനെ വരാതെ നോക്കണം. ഒരിക്കലും അഴിച്ച് ഒരു 10-20 വർഷത്തേക്ക് ഇതിനകത്ത് ഒരു അഴിച്ചു പണി വരരുത് രീതിയിൽ വേണം ചെയ്യാൻ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളത്തിന്റെ പ്രസൻസ് ചെല്ലാതിരിക്കാൻ നോക്കുക. ഈ പറഞ്ഞ കണക്ക് നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടിക്കൊടുക്കുക. ഈ ബേസിൽ വെക്കുന്നതിന് അടിയിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിന് അടിയിലായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് കൊടുപ്പിക്കാൻ പറയാം. ഇതിന്റെ സപ്പോർട്ട് നമ്മളിപ്പോ വെപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എക്സ്ട്രാ സപ്പോർട്ട് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് ഈ ബേസിനെ ലോഡ് ചെയ്യുന്നത്. കാര്യം ചില വീടുകളിലെന്ന് പറഞ്ഞാൽ ഈ സെന്ററിലുള്ള ഇതിനെ ക്ലോസ് ചെയ്ത് നിർത്തും. നമ്മൾ ഇതിന് ഡ്രെയിനേജിനെ ക്ലോസ് ചെയ്ത് നിർത്തിയിട്ട് ഇതിനകത്ത് വെള്ളം ലോഡ് ചെയ്തിട്ട് ഇവർ കഴുകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കഴുകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ഈ ഇത്രയും വെള്ളം ഇതിനകത്ത് ലോഡ് ചെയ്ത് നിൽക്കുകയല്ലേ. അപ്പൊ ഈ നിൽക്കാനുള്ള സ്ട്രെങ്ത് അടിയിലത്തെ ഫ്ലൈക്ക് വേണം. അപ്പൊ അതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ചില ആൾക്കാർ പറയുന്ന പറഞ്ഞാൽ ഈ സാധനത്തിന് ഇതില്ലാത്തതുകൊണ്ട് അത് ഒടിഞ്ഞു പോയി എന്ന് പറയും. പക്ഷെ അതുകൊണ്ടല്ല ഒടിയുന്നത്. ഈ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഈ മെറ്റീരിയലിന് പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഇന്ന് നമ്മൾ ഒറിജിനലി സ്റ്റാർട്ട് ചെയ്തത് ടെറാസോ വൈറ്റിന്റെ ബ്യൂട്ടി ആയിരുന്നു. അത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉറപ്പായിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗ്രീനും വൈറ്റും ആയിട്ട് ഈ കോമ്പിനേഷൻ. അതിന്റെ കൂടെ തന്നെ ആസ് എ ബോണസ് നമ്മൾ സ്ട്രക്ചറിന്റെ ഇന്റഗ്രിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, മിനിമം ലെങ്ത് എത്ര വേണം, മിനിമം വിഡ്ത്ത് എത്ര വേണം, അതേപോലെ ബേസിൻ വെക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, അതേപോലെ ഐലൻഡ് കിച്ചൺ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് 90% ഇന്ന് വർക്കേഴ്സ് പറഞ്ഞു ഇത് വെട്ടുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഒടിഞ്ഞു പോകും. അതെ, ചിമ്മിപ്പോ. അപ്പൊ ഈ വർക്കേഴ്സ് എന്ത് പറയുന്നു അറിയോ, അവർ നമുക്ക് ഇത് ഗ്രാനൈറ്റ് ആക്കിയാൽ പോരെ. അപ്പൊ അവർ പറയുന്നത് ഒടിഞ്ഞു പോകുന്നത് കൊണ്ടാണെന്ന് അവർ പറയുന്നത്. സ്ട്രെങ്ത് ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ സ്ട്രെങ്ത് ഇല്ലാത്തത് ഇതാണ് പ്രശ്നം. ഈ സ്ട്രക്ചറിലാണ് സ്ട്രെങ്ത് ഇല്ലാത്തത്, അതായത് ഒരിക്കലും സ്ലാബിനല്ല. സ്ട്രക്ചർ. അപ്പൊ ഇത് ഇവർ കട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ലെവലിൽ സാൻഡ് ലെവൽ ചെയ്യുക, ആ സാൻഡിലിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക, ഇതിനെ മുകളിൽ കൊണ്ട് അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ കണക്ക് ഫുൾ ക്ലോസിങ് ആയിരിക്കണം. ഇത് കൊണ്ട് ഇപ്പൊ നമ്മളൊരു ബേസൺ ഹോള് വെട്ടിക്കൊണ്ട് വെക്കുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന കണക്കിന് വളരെ സ്ലോയിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് അതിനെ നമ്മൾ അവിടെ, അപ്പൊ ആ ഫ്ലോർ കറക്റ്റ് ലെവലായിരിക്കണം. എവിടെങ്കിലും ലെവൽ കേട് ഉണ്ടെങ്കിൽ അവിടെയും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ലെവൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റീൽ പോലാണ്. പിന്നെ ഒരിക്കലും ഇത് നമുക്ക് ഇതിന്റെ മേളിൽ ഇരിക്കുകയാണെങ്കിലും ചെയ്യാം.
ഇനി നമ്മുടെ വീഡിയോയുടെ അവസാനം ഏകദേശം എത്താറായി. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഈ വിൻഡോ തുറന്നപ്പോൾ മുതൽ ഞാൻ നോക്കുമായിരുന്നു, ഈ വിൻഡോയുടെ താഴെ ഈ സ്ലാബിനെ കാണാൻ എന്ത് ഭംഗിയാണ്. കാരണം ഇവിടെ ഗ്രീൻ ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ കുറച്ച് സൺലൈറ്റ് ഉണ്ട്. വയറിംഗ് എല്ലാം കഴിഞ്ഞ് ഈ വീട് കംപ്ലീറ്റ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഈ കിച്ചൺ മൊത്തം ഫുൾ കിച്ചൺ കാണാൻ ഇതേ ഭംഗിയായിരിക്കും. പക്ഷേ ഈ സൺലൈറ്റിൽ നമുക്ക് ഈ ടെറാസോ വൈറ്റിൻ്റെ ഒരു ബ്യൂട്ടി, അതായത് ഇവിടെ ഡബിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഡോറ് തുറന്നാൽ നമുക്കറിയാം ഇത് അകം പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഉള്ളിലോട്ട് വരാൻ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ പിടിച്ചു നോക്കിയാൽ ഇതേ കനത്തിലുള്ള ഒരു ഷീറ്റ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫീൽ ചെയ്യുള്ളൂ. അതെ അതെ. അതേപോലെ ഇതിന്റെ മെയിൻ കാര്യം ഈ ജോയിന്റ്, മിക്കവരുടെയും ധാരണ ഇത് കറുത്തു പോകുന്നുള്ളത്. അതൊരിക്കലും കറുത്തു പോകും, അതൊരിക്കലും കറുത്തു പോകില്ല. കാര്യം അത് ആ വർക്ക് ചെയ്യുന്നതിനകത്തുള്ള ഇതാണ്. അത് വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും കറക്കില്ല. അതെ, ബ്യൂട്ടിഫുൾ വൈറ്റ് ഷെയ്ഡാണ് ഇവിടെ കാണുന്നത്. ഇതേ സമയം ഇവിടെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഈ ഭംഗി ഒരിക്കലും വരില്ല. ഗ്രാനൈറ്റ് ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഗ്രാനൈറ്റിന് അത് ഓപ്ഷൻസ് ഇല്ല, എസ്പെഷ്യലി ലൈറ്റ് ഓപ്ഷൻസ് ഇല്ല. ഇത് ആസ് ഗ്രാനൈറ്റിന് തുല്യമാണ്. ഇതിനകത്ത് കറ പിടിക്കില്ല, സ്ക്രാച്ച് വീഴില്ല. വർഷങ്ങളോളം എൻജോയ് ചെയ്ത് ഈ കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇവിടെ വരണം. നല്ല രീതിയിൽ വീട് മൊത്തം നമുക്ക് കവർ ചെയ്യണം. വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞേ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒരു ഫീൽ ഇതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ റിനോവേഷൻ വർക്കാണെന്ന് ഒരിക്കലും ഒരു കാര്യം പറയില്ല. കാര്യം ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പാറ്റേൺ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. കാര്യം ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ ആൾക്കാർ 90% ഇതിനുള്ള ബാക്ക് ഈ വർക്കേഴ്സ് എന്നുള്ള ഇതാണ് നെഗറ്റീവ് കമന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. കാര്യം ഇപ്പം ഞാനൊരു വർക്കറാണ്, എനിക്ക് തന്നേക്കുന്ന റേറ്റിന് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ. അപ്പൊ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ പീസിനെ വേണമെങ്കിലും അതിനകത്ത് കട്ട് ചെയ്തെടുക്കാം. കാര്യം നാച്ചുറൽ സ്റ്റോൺ ആണ്, ഓടിയത്തില്ല എന്നുള്ള സ്ഥിതി. പക്ഷെ ഇത് ഓടിയുന്നതല്ല പ്രശ്നം, ഇതിന്റെ കട്ട് ചെയ്യാനിടുന്ന പ്രതലം, പിന്നെ ഇത് സീറ്റ് ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു കിച്ചൺ, ഒരു മോഡലർ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ഷെയ്ഡിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പല തീമുകളിലും കാണാറുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്. അല്ല ഈ മെറ്റീരിയലിന്റെ പ്രശ്നമല്ല. ഇപ്പൊ ഈ പറഞ്ഞ 45 അടിക്കുമ്പോൾ നമ്മളൊരു നിർത്തി 45 അടിക്കുക, അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പേസ്റ്റ് ആഡ് ചെയ്യുക, പിന്നെ അതിനകത്ത് അഡസ്റ്റീവിൽ തന്നെ ഒട്ടിക്കുക. മൾട്ടിവുഡ് ആണെങ്കിൽ നമ്മൾ സിലിക്കോണിൽ ഒട്ടിക്കുക. അതെ. പിന്നെ ഫുൾ ബോഡി വിട്രിഫൈഡ്സ് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നാനോ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്, വൈറ്റ് കളറിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, മെഴുകു പോലെ ഇരിക്കും. പക്ഷേ അതിനകത്ത് കറ പിടിക്കത്തില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. പക്ഷെ അത് ഹെവി ആയിട്ട് സ്ക്രാച്ച് എടുക്കും. അതേപോലെ ഏകദേശം സ്ക്വയർ ഫീറ്റിന് 700 മുതൽ 900 രൂപ വരെ 780 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന G7 നാനോ, കറക്റ്റ് നാനോ വൈറ്റ് എന്ന് പറയാം. അതിനൊന്നും നമ്മളിന്ന് പറഞ്ഞ G7 ഇല്ല, G4 ഉണ്ട്, അങ്ങനെ തൊട്ടേ തുടങ്ങുന്നുണ്ട്. ഈ G4 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഈ ചില ഓഫീസുകളുടെ റിസപ്ഷൻ ഏരിയയിൽ ഇടാം. കാരണം അവിടെ ട്രാഫിക് വേറെ പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മളുടെ കിച്ചണിലോട്ട് വരുമ്പോൾ ഒരുപാട് നമ്മളുടെ ഈ കറി പൗഡറുകൾ കെമിക്കലുകളില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ കളറും അതിനെ കുറെ കുറച്ചുമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ബാധിക്കുകയാണ് ചെയ്യും. പക്ഷേ ഈ G7 നാനോ എടുത്ത് നമ്മളിത് സംഭവം ചെയ്യുമ്പോൾ സംഗതി ഭംഗി തന്നെ, ഭംഗിക്ക് കുറവൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ G7 നാനോയുടെ അതേ ക്ലാരിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും. പ്രൈസ് കുറഞ്ഞു നിൽക്കും. പ്രൈസ് ഏകദേശം 3-1 പോലും ഇല്ല ഇപ്പൊ, അതിനെക്കാട്ടിലും 4-1 വിലയായി. പക്ഷെ ഇതിനകത്ത് സ്ക്രാച്ച് റെസിസ്റ്റൻസും സ്റ്റെയിൻ റെസിസ്റ്റൻസും വളരെ അധികം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ, ഈ ഇപ്പൊ നമ്മളുടെ ബ്രാൻഡിന്റെ കാര്യം പറയാൻ ഇത് കജാരിയുടെ മെറ്റീരിയലാണ്. അതെ, ഇത് കജാരിയുടെ. ഇപ്പൊ ഇന്ന് നമുക്ക് അൺബ്രാൻഡ് കണ്ടമാനം ഇറങ്ങുന്നുണ്ട്, GVT മെറ്റീരിയലാണ്. അതെ. അപ്പൊ ഈ GVT എടുത്ത് നമുക്ക് ഇതേ കണക്ക് ആക്കാം എന്നുള്ളൊരു അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ തരാം. ഇത് ഫുൾ ബോഡി മെറ്റീരിയൽ ആണ്. ടെറാസോ, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ അത് പറഞ്ഞത്. പക്ഷേ ടെറാസോ വൈറ്റ് ഫുൾ ബോഡി വിട്രിഫൈഡ് ആണ്. എന്ന് വെച്ചാൽ മേളിൽ കാണുന്ന അതേ ഗ്രെയിൻസ് സൈഡിലും കിട്ടും. പക്ഷേ ഇതിനെക്കാട്ടിലും വില കുറച്ച്, ഇതിനെക്കാട്ടിലും 30% 40% വില കുറച്ച് വേറൊരു മെറ്റീരിയൽ വരും, ഡിജിറ്റൽ ടൈൽ എന്ന് പറയാം, അല്ലെ GVT എന്ന് പറയാം. അതിനകത്ത് വിട്രിഫൈഡ് ബോഡി ആയിരിക്കും താഴെ, പക്ഷെ മേളിൽ ഇട്ടേക്കുന്ന ഒരു ഡിജിറ്റൽ ഗ്ലേസും ഡിജിറ്റൽ പ്രിന്റും ആയിരിക്കും. അപ്പം ഇത് രണ്ട് സെപ്പറേറ്റ് പ്രൊഡക്റ്റിനെ ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതാണ് ഈ നിലത്ത് ഇട്ടേക്കുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ ടൈൽസ്, ഞാൻ ഈ പറഞ്ഞ ടെക്നോളജിയാണ്. പക്ഷേ അത് സ്ലാബിൽ അത് ഉപയോഗിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ 15 mm തിക്നെസ് ഉള്ളതുകൊണ്ടും പിന്നെ ഗ്ലേസിന് നല്ല കട്ടി ഉള്ളതുകൊണ്ടും ഇത് ബ്ലേഡ് ഓടിക്കുമ്പം, അതായത് നമ്മൾ ടൈൽസിനകത്ത് ഒരിക്കലും സെന്ററിൽ ഒരു ഹോൾ കട്ട് ചെയ്യത്തില്ല. ഫ്ലോർ ഇടുമ്പോൾ അങ്ങനെ ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷെ നമ്മൾ സ്ലാബ് ചെയ്യുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാണാം സെന്ററിൽ ഒരു ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെന്റർ ഹോൾ കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് പല ദിശയിൽ ഓടുകയും ആ റാൻഡം വൈബ്രേഷൻ കൊണ്ട് ഈ ഫ്യൂസ് ആയിരിക്കുന്ന രണ്ട് സർഫേസ്, അതായത് വിട്രിഫൈഡ് ബോഡിയും ഈ സിറാമിക് ഗ്ലേസും, ഇത് രണ്ടും തമ്മിൽ ഒരു ജോയിന്റ് ആയിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അധികം വൈബ്രേഷൻ വന്ന ഇത് പിടുത്തം വിടുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ക്രാക്ക് ആയിട്ടായിരിക്കും. അതുകൊണ്ട് വില കുറഞ്ഞ് നോക്കി GVT ഒരിക്കലും എടുക്കരുത്. ഈ കിച്ചണിന് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഫുൾ ബോഡി മാത്രമേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. GVT ചെയ്യുന്നത് എപ്പോഴും കസ്റ്റമറിന്റെ റിസ്കിലെ ഞങ്ങൾ കട ഒരിക്കലും അതിനകത്ത്, അല്ല കമ്പനി ഒരിക്കലും അതിനകത്ത് റിസ്ക് എടുക്കത്തില്ല. ഇപ്പം ഈ നമ്മൾ പറഞ്ഞില്ലേ, ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി വേറെ. അതെ, കാര്യം അതിന് എന്നും 16 വയസ്സ്, അത് എങ്ങനെയായാലും നന്നായി തന്നെ കിടക്കും. പക്ഷെ അൺബ്രാൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് ടോട്ടലി നമ്മളുടെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അങ്ങ് അറ്റം
അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 2 സ്ലാബ് 3 സ്ലാബിന്റെ വർക്കാണ് നമ്മൾ ചെയ്തെങ്കിൽ അതിനകത്ത് ഈ മെറ്റീരിയലിന്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 2000 ഒരു 3000 രൂപയുടെ ഡിഫറൻസ്. ഈ 3000 രൂപയുടെ ലാഭം നോക്കി നമ്മൾ അൺബ്രാൻഡിലോട്ട് പോകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്വാളിറ്റിയുടെ പ്രശ്നം ഒന്ന്, രണ്ടാമത്തെ ഒരു ഫിനിഷിംഗ് പ്രശ്നം ഉണ്ടാവും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പറഞ്ഞ എപ്പോഴും ബ്രാൻഡിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്കേഴ്സിനും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ എന്നെപ്പോലുള്ള എല്ലാ വർക്കേഴ്സിനും അവർക്കെല്ലാം വർക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല കമ്പനി മെറ്റീരിയലാണ്. അൺബ്രാൻഡ് ആകുമ്പോൾ കുഴപ്പം അറിയോ, അതിനകത്ത് അവർക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും. ഒരുപാട് റിസ്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ എഡ്ജ് ഈ പറഞ്ഞ സർഫസ് കിട്ടത്തില്ല. ഇത്രയും ക്വാളിറ്റി ഇതിനകത്ത് കിട്ടത്തില്ല. അതാണ് ഇതിന്റെ മെയിൻ ഘടകം. ഇപ്പൊ 90% ആൾക്കാർ പറയുന്ന ഇതേ പ്രതലം തന്നെ എഡ്ജിൽ കിട്ടണമെന്നുള്ള ഇതിലാ വരുന്നത്. ഇതിനെ 45 അടിക്കാം കേട്ടോ. ഇതിനെ വെച്ച് നമുക്ക് 45 ഇതേ പറഞ്ഞത് 45 അടിച്ച് ഇതിനെ ഡബിൾ ചെയ്യാം. പക്ഷെ അപ്പൊ നമുക്ക് ഇച്ചിരി കനം കൂടെ കൂടുതൽ കിട്ടും. അതിന് വേറൊരു പക്ഷെ അതിന്റെ ലേബർ എക്സ്പെൻസ് വെച്ച് കൂടും. പക്ഷെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഈ പറഞ്ഞ ഇതേ ഒരു 1 mm തിക്നെസ്സിൽ ഇവിടെ ടാമ്പറിംഗ് പോകുന്നല്ലാണ്ട് ഇത് തന്നെ ഇവിടെയും കിട്ടും. അത് മാത്രമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് മുഴിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. നാനോ വൈറ്റ് പോലെ തന്നെ ഇപ്പം ക്വാഡ്സിന്റെ സ്ലാബിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ക്വാഡ്സ് വളരെ നല്ല പ്രൊഡക്റ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. നമ്മളെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റിനകത്ത് മൊത്തം ക്വാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്വാഡ്സ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണെങ്കിലും ക്വാഡ്സും നാനോ ക്രിസ്റ്റൽ സാറിനെ പോലെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് അല്ല. അപ്പം സ്ക്രാച്ച് റെസിസ്റ്റന്റും സ്റ്റെയിൻ റെസിസ്റ്റൻസിന്റെ ഒരു ബാലൻസിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഫുൾ ബോഡി വിട്രിഫൈഡ് സ്ലാബ്. അതിപ്പം ബ്രാൻഡ് ഞാൻ കജാരിയ മാത്രം പറയത്തില്ല. നിങ്ങൾ കജാരിയ, ആറേക്കെ, അതേപോലെ നല്ല ബ്രാൻഡ്, നല്ല പ്രൈസ് എടുത്ത് നല്ല സ്പെക്കിൽ ഉണ്ടാക്കുന്ന ലിസ്റ്റഡ് കമ്പനീസിന്റെ ഏത് പ്രൊഡക്റ്റും ഇതെടുക്കുക. അൺബ്രാൻഡഡിലേക്ക് പോകാതിരിക്കുക കഴിവതും. കാരണം അൺബ്രാൻഡഡ് 40 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അതിനകത്ത് 40 രൂപയുടെ കാര്യവും കുറച്ചിട്ടുണ്ടാവും. നമുക്കറിയത്തില്ല എന്തുവാ കുറച്ചതെന്ന്. അപ്പൊ നമ്മൾ മെഡിസിൻ എപ്പോഴും ബ്രാൻഡഡ് മെഡിസിൻ കഴിക്കുന്ന പോലെ നമ്മൾ പ്രൊഡക്റ്റും എപ്പോഴും ബ്രാൻഡഡ് പ്രൊഡക്റ്റ് തന്നെ കൺസ്യൂം ചെയ്യാൻ നോക്കുക. പിന്നെ കോട്സ് നല്ലതാണ്, പക്ഷേ വളരെ കോസ്റ്റ്ലി ആണ്. ഒരു സ്ക്വയർ ഫീറ്റിന്റെ ഫിനിഷിംഗ് ഏകദേശം 1100 രൂപയൊക്കെ വരും കോട്സിന്റെ നല്ല മെറ്റീരിയലിന്റെ. പക്ഷെ അത് ഹെവി യൂസേജ്, സ്കൂളിൽ പോകുന്ന പിള്ളേരുള്ള വീടാണെങ്കിൽ അവിടുത്തെ കിച്ചൺ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അത് കെയോസ് ആയിരിക്കും കിച്ചണിനകത്ത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊച്ചു പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ വീട്ടിൽ നിന്ന് വിട്ടിട്ടുള്ള വീടുകളാണെങ്കിൽ ഞാൻ പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വീടുകളിൽ നമുക്ക് ഏറ്റവും നല്ല ലാസ്റ്റിംഗ് ഓപ്ഷൻ ഇതാണ്. ഒരു 10-20 വർഷത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഒന്നും നോക്കണ്ട, ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. കാലം കഴിയുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂ കൂടും. കാരണം ഇന്ന് ഇതിന്റെ വില എന്താണോ അതിനെക്കാട്ടിൽ എന്തായാലും 10 വർഷം കഴിയുമ്പോൾ ഇതിന്റെ വില ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പം പക്ഷെ കാലം കഴിഞ്ഞാലും പ്രൊഡക്റ്റ് ഇതേപോലെ നിൽക്കും, വാല്യൂ കൂടും. ഇതേപോലെ അടിസ്ഥാനം കറക്റ്റ് ആണെങ്കിൽ ഈ ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം നല്ലത് തന്നെയാണ്. അല്ല ഈ ആൾക്കാർ പറയുന്ന ഗ്രാനൈറ്റ് പറയുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ സ്റ്റോൺ ആണ് സ്ട്രെങ്ത് കൂടുന്നത്. പക്ഷേ സ്ട്രെങ്ത് അല്ല. അപ്പൊ ഗ്രാനൈറ്റ് ആണെങ്കിലും ശരി, ടെക്സ്ചർ എല്ലാം ഒരു ബാലൻസ് ആണ്. നമുക്ക് ഗ്രാനൈറ്റ് അവോയ്ഡ് ചെയ്ത് വൈറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ സ്ട്രക്ചർ സ്ട്രോങ് ആക്കിയാൽ മതി. നമുക്ക് ഫൈനൽ സ്ട്രെങ്ത് നമുക്ക് അവിടെ. അതെ, ഇത് 90% ഓപ്പൺ കിച്ചണുകളാണ്. ഓപ്പൺ കിച്ചൺ അപ്പൊ ലിവിംഗിൽ ഇരുന്നാൽ നമുക്ക് കാണുന്ന ഒരു ഗസ്റ്റിന് പോലും കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമ്മളിത് 90% ബ്യൂട്ടിഫുൾ ആക്കാനായി നോക്കാറുള്ളൂ. പക്ഷെ ഇത് നോക്കുമ്പോൾ ഒരു കാര്യം, വർക്ക് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഗ്രാനൈറ്റ് യൂസ് ചെയ്യാന്ന് പറയും. അപ്പൊ എവിടെ വേണം ഗ്രാനൈറ്റ് ഈ സാധനമൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, ഈ സ്ട്രക്ചർ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാം. അല്ല 90% ആൾക്കാർ പറയുന്നത് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അത് ഒടിഞ്ഞു പോകും, അതിന് സ്ട്രെങ്ത് ഇല്ല എന്നൊക്കെ. മറ്റേ നാച്ചുറൽ സ്റ്റോൺ, പക്ഷെ അത് നാച്ചുറൽ സ്റ്റോൺ അല്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ശരിയാണെങ്കിൽ ഇത് ഏത് മെറ്റീരിയൽ ആണെങ്കിലും അത് ഡാമേജ് സംഭവിക്കും. ഓക്കെ സജി, അപ്പം ഇന്ന് വീണ്ടും ഒരു ദിവസം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഇറ്റ്സ് അപ് ടു യു, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആണ് പറയേണ്ടത് ഈ വീഡിയോ എത്ര നിങ്ങൾക്ക് ഉപകരിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. പിന്നെ കമന്റ് ആണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം കമന്റ്സിലൂടെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് എന്തോരം നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്യണം. വേറൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.